92.3 മലയാളം FM-ന്റെ 330ാമത്തെ ബ്രോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഇന്ന് ഇവിടെ സമയം ചെലവഴിക്കാൻ രണ്ടാൾക്കാരെ എത്തിക്കുന്നത്. ഒന്ന് ഞാൻ ജ്യോതി, ഇനിയൊന്ന് ഞാൻ ശ്രീവത്സ് ആണ്. ഹൈ ഫൈ ശ്രീവത്സ്. അതിന് ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് കൂടുക, നമ്മളൊന്ന് കുറച്ച് വർത്താനം പറഞ്ഞ് ആഘോഷിച്ചിട്ട് തിരിച്ചു പോവാ അല്ലെ? അതെ, ഓഫ് കോഴ്സ്. അതാണ് നമ്മുടെ 330th ഷോ. That is 330 weeks in specific. So that's a very long time. നല്ലൊരു അച്ചീവ്മെന്റ് ആണ്. സോ വി ഫൈൻഡ് ഇറ്റ് ഗ്രോയിങ് ഇൻ എ വെരി 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 ഫാസ്റ്റ് പേസ് അല്ലേ ചേച്ചി? ആബ്സല്യൂട്ട്ലി. അതെ, 330 എത്തി. ഇനിയും കടക്കുന്നു കുറെ ബ്രോഡ്കാസ്റ്റുകള്. ഇനിയും നമ്മളെ കേൾക്കാനുള്ള ശ്രോതാക്കളുടെ റേഞ്ച് കൂടട്ടെ എന്ന് അതിന്റെ ഒപ്പം ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. അതെ, ഓഫ് കോഴ്സ്. അപ്പോ ചേച്ചി, ഹൗ വാസ് നമ്മുടെ ലാസ്റ്റ് ഈവന്റ് ദിവാലി? ഹൗ വാസ് യുവർ ദിവാലി ചേച്ചി? ലാസ്റ്റ് സാറ്റർഡേ അല്ലായിരുന്നു ഫെഡ് സ്ക്വയറിലെ ദിവാലി സെലിബ്രേഷൻ. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്, എന്റെ ദിവാലിക്ക് വരുന്നേ ഉള്ളൂ. നാളെയും മറ്റന്നാളൊക്കെ ആയിട്ടുള്ള കൺഫ്യൂഷൻ തീർന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ദിവാലി ആഘോഷിക്കും. How was your experience? Red Square ഡാൻസും. ഞാൻ ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും അർച്ചിതയും ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു, കപ്പിൾ ഡാൻസ് ആയിരുന്നില്ല. അപ്പൊ നാട്ടു ബോളിവുഡ്. അപ്പൊ അത് നിത്യാണല്ലോ റൺ ചെയ്യണേ. സോ നിത്യ യൂസ് ടു റൺ. അപ്പോ നിത്യ ചേച്ചി ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഹെർ ഡാൻസ് സ്കൂൾ. സോ അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദാറ്റ് വാസ് റിയലി നൈസ് ആൻഡ് ഫോളോഡ് ബൈ ദ ഫയർ വർക്സ് ആസ് വെൽ. സോ ഐ thoroughly enjoyed dancing. ക്രൗഡ് എങ്ങനെ ഉണ്ടായിരുന്നു? Amazing. Crowd was just amazing. Especially ഞാൻ ഇപ്പൊ ഒരു കുറച്ച് വർഷമായി ഞാൻ ദിവാലി ടൈം ഞാൻ ഫെഡ് സ്ക്വയറിൽ ഞാൻ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് ഇൻ ജനറൽ crowd has actually changed. If you have actually seen, even they start wearing the Indian attire now. Before അങ്ങനെയൊന്നും ഇല്ല. Just come jacket ഒക്കെ ഇട്ട് സുഖമായിട്ടൊന്ന് കണ്ട് ഫയർവർക്സ് കണ്ടുപോകും. പക്ഷെ there was a very very thick crowd and I think it's a lot of people. കുറെ stalls ഉണ്ടായിരുന്നു and ഒത്തിരി especially ബിരാറങ്ങോറ by the river. ഞാൻ വിചാരിച്ചു ഫെഡ് സ്ക്വയറിന്റെ അവിടെ മാത്രമേ ആൾക്കാരുള്ളൂ എന്ന്. ഞാൻ വിചാരിച്ചു പ്രത്യേകിച്ച് ഡാൻസ് ചെയ്യുമ്പോ മാത്രം മൊത്തം ക്രൗഡ് ഇവിടെ ഉണ്ടെന്നാ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, മൊത്തം ക്രൗഡ് അവിടെ ഉണ്ട്. സോ ബട്ട് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ദ വൈബ് ദാറ്റ് യു ആക്ച്വലി സീ ദർ, ഇറ്റ്സ് സ്റ്റണ്ണിങ്. നന്നായി. It's nice to see that Diwali taken to another level. ഇപ്പൊ ഞാൻ 2 ദിവസം മുമ്പ് ഷോപ്പിംഗ് സെന്ററിൽ നടക്കുമ്പോഴാണ് കണ്ടത്. ദിവാലി വരാൻ പോണേന്റെ ആഘോഷമായിട്ടാണ് ഒരു കടയ്ക്കിനുള്ളില്, I mean, I'm not naming any brands, but അതിനകത്ത് ഹാപ്പി ദിവാലി കടയുടെ ഉള്ളിൽ എഴുതി വെച്ചിരുന്നു, which is not an Indian store and it's one of the big brands. ഞാൻ ഇത് എവിടെയോ കേട്ടു കേട്ടോ, ആരോ പറയുന്നുണ്ടായിരുന്നു they want to add Diwali into a national holiday of in Australia എന്ന് പറഞ്ഞിട്ട് the proposal has come up. നാട്ടില് I think India it's a holiday. പക്ഷെ ഇവിടെ recognition കിട്ടിയാൽ തന്നെ it's huge thing. It's a major thing and the way it is actually growing, I won't be surprised in a couple of years ഓണത്തിനും നമുക്ക് ഇവിടെ ലീവ് കിട്ടും. അതെ, ആശ ദോശ മസാല വട എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അല്ല, നമ്മുടെ ഹാലോവീനും ദിവാലിയും ഏകദേശം ഒരു ദിവസമാണെന്നൊക്കെ ഉള്ളൊരു 31st of October ഏത് ആഘോഷിക്കും? ഹാലോവീൻ ആഘോഷിക്കണോ ദിവാലി ആഘോഷിക്കോ? അപ്പൊ ചേച്ചി, വാട്ട് ആർ യു ഗോയിങ് ടു ഡു? ഹാലോവീൻ ആണോ ദിവാലി ആണോ? ഇത് തിരിച്ച് ബൂമറാങ് വന്നിട്ട് തിരിച്ച് അടിച്ചല്ലേ. അല്ല, ദിവാലി ആക്ച്വലി വീക്ക് 1st of November നീക്കി വെച്ചു നമുക്ക് ആഘോഷിക്കാനായിട്ട്. ഇറ്റ്സ് ഫണി, ഞാൻ കേരളത്തിൽ നിന്നാണ്, ശ്രീവത്സിനെ മാതിരി തന്നെ. പക്ഷെ നമ്മുടെ അവിടെ ഞാൻ ഇപ്പൊ ഗുരുവായൂരാണല്ലോ, ഗുരുവായൂരാണ് ദീപാവലി ആഘോഷമൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ അവിടെ ഇല്ല. നമ്മുടെ അവിടെ ബ്രാഹ്മണ സമൂഹം ഉണ്ട്, അവർക്ക് ദീപാവലി ആഘോഷമുണ്ട്. പക്ഷെ നമ്മുടെ അവിടെ വീട്ടിൽ അങ്ങനെ ദീപാവലി ഞാൻ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. അടുത്തുള്ള നോർത്ത് ഇന്ത്യൻ ആന്റീസ് സ്വീറ്റ്സ് ആയിട്ട് വരും, അത് സന്തോഷപൂർവ്വം കഴിക്കും. അവരെ വീട്ടിൽ വിളിക്കും, അവിടെ ചെന്നാൽ പൂരി ബാജിയോ നമ്മുടെ ചെന്നാ ഭട്ടൂരിയോ ഒക്കെ അടിക്കും. അത്രയാണ് എന്റെ ദീപാവലിയുള്ളത്. പിന്നെ നാട് വിട്ടപ്പോഴാണ് ഏകദേശം ദീപാവലി നമുക്ക് ആഘോഷിക്കാം എന്നൊക്കെ തോന്നി തുടങ്ങിയത്. റീസൺ ടു ആഘോഷിക്കിഫൈ. പക്ഷെ ഹാലോവീനെ ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് ചോദിച്ചു പറഞ്ഞ കുട്ടികൾക്ക് മിഠായി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ വന്ന് തട്ടിയാൽ അവർക്ക് മിഠായി കൊടുക്കും. അതുവരെയാണ് എന്റെ ഹാലോവീൻ ആഘോഷം. വീട്ടിന്റെ ഉമ്മർത്ത് ഞാൻ പംകിൻ കാവ് ഇത് വെച്ചിട്ടില്ല. മാറാവില അല്ലെങ്കിൽ ജനറൽ മാറാവില കിടക്കുന്നുണ്ടാവും.
ഞാൻ എക്സ്ട്രാ ഒന്നും ഇടാൻ നോക്കിയിട്ടില്ല. ബട്ട് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ഓരോ ഫെസ്റ്റിവിറ്റീസ് അല്ലേ. ഇത് ഞാൻ എപ്പോഴും ചോദിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ ചേച്ചിയുടെ അടുത്താണ് ചോദിക്കുക, എന്തിനാ ഈ ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് പറയുന്നത്? അപ്പൊ എല്ലാവർക്കും കുട്ടികൾക്ക് സ്വീറ്റ്സ് എന്തായാലും കൊടുക്കും. അപ്പൊ ട്രിക്ക് എന്ന് പറഞ്ഞാൽ അവര് ട്രിക്ക് നിങ്ങൾ ചെയ്യോ, നിങ്ങൾ അവരെ ട്രിക്ക് ചെയ്യോ, എന്താണ് സംഭവം? നമ്മൾ അവരെ ട്രിക്ക് ചെയ്യണം. ബിക്കോസ് നമ്മൾ ട്രിക്ക് എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല എന്നാണ് അർത്ഥം. പോയിക്കോളുവിനോ ഓ, ചോക്ലേറ്റ്സ് കൊടുക്കില്ല എന്നാണ്. ഓക്കെ ട്രീറ്റ് ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ മിഠായി കൊടുക്കുന്നത്. അത്രയാണ് എന്റെ ഒരു അറിവുള്ളത്. അതെ, ആ ഒരു കസ്റ്റം ഇസ് ക്വൈറ്റ് ഡിഫറെന്റ് അല്ല ഓരോരുത്തരും. എനിക്ക് തോന്നുന്നു കേരളത്തിൽ എന്നെ മാതിരിയുള്ള ഒരു ദീപാവലി ആഘോഷിക്കാത്തവർ ആഘോഷിക്കുന്ന മാതിരിയാണ്. അതെ, നമ്മളിവിടെ ഹലോവിൻ വന്ന് ഇവിടെ ആഘോഷിക്കുന്ന എക്സാക്ട്ലി. സോ ആൻഡ് ദാറ്റ് ഇസ് വെരി സ്പെഷ്യൽ. നമ്മളിവിടെ ദിവാലി ആഘോഷിക്കുന്നുണ്ട്, ഓണുണ്ട്, വിഷു ഉണ്ട്, ഹലോവിൻ ഉണ്ട്. ഐ തിങ്ക് we just celebrate every single gathering, every single event, and that's the beauty of living here. Alle Chechi? Absolutely. And also, post-COVID, people have decided celebrate every moment. കിട്ടുന്ന അവസരങ്ങൾ ആഘോഷിക്കുക, അതൊരു മെമ്മറബിൾ ഡേ ആണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അങ്ങനെ ശ്രീവച്ച് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ലൈക്ക് യുവർ ക്രൗഡ് ഫെഡ് സ്ക്വയറിൽ, എന്നിട്ട് അതിൽ കുറേം കൂടി ഇന്ത്യനൈസ്ഡ് ആയിട്ട് വെയറിങ് ഇന്ത്യൻ കോസ്റ്റ്യൂം ഇട്ടിട്ട് കാണുന്നു എന്നുള്ളത്. അതുമാതിരി നമ്മുടെ ഇടയിലൊരു കുട്ടി ഹു കെയിം ഔട്ട് ത്രൂ ദ വോയിസ്, നമ്മളൊക്കെ പരിചയപ്പെട്ട ആ കുട്ടി, ഷീ ടോക്സ് അബൌട്ട് സംതിങ് സിമിലർ. ആ കുട്ടിയായിട്ട് നമുക്ക് ഒന്ന് കുറച്ചേരം സംസാരിച്ച് വന്നാലോ? നമുക്കൊന്ന് സംസാരിക്കാം. എന്റെ പ്രേക്ഷകരുടെ മനസ്സിൽ ഓൾമോസ്റ്റ് മനസ്സിലായിട്ടുണ്ട് ആ ഒരു നാടൻ കുട്ടി. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഒരു കോഴിക്കോടൻ കുട്ടിയാണ്. പേര് is actually Janaki Easwar, who has become really famous. വോയിസ് പറഞ്ഞിട്ട് ഒരു ഓസ്ട്രേലിയൻ ഷോയില് ആണ് ആദ്യം അപ്പിയർ ആയത്. or that's how she actually became very famous, recognized, and now she has even performed live in front of A.R. Rahman, and then MCG യിൽ പെർഫോം ചെയ്തു. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് ഈവെന്റ്സ് she did that as well. So can't wait to actually speak to her. അല്ലേ ചേച്ചി? അതെ അതെ. And like you said, it's not like A.R. Rahman എന്ന് പറഞ്ഞ ഒരു awesome music director, when he calls her and says come on എന്ന് പറയുമ്പം അതൊരു കുഞ്ഞ് അച്ചീവ്മെന്റ് അല്ല. ഈ ചെറിയ പ്രായത്തില് അങ്ങനെ ഒരു കുട്ടിക്ക് ആ ഒരു ബഹുമതി കിട്ടുന്നത്, ഇറ്റ്സ് എ റെയർ തിങ്. റിയലി പ്രൗഡ് ഓഫ് ഹർ. Beautiful. And along with her, her mother is also joining us. So that'll be wonderful. അപ്പൊ നമുക്ക് അവരെ ഒന്ന് ഇന്റർവ്യൂ ഒന്ന് അടിച്ചിട്ട് അവരുടെ എന്താണ് വിശേഷങ്ങളൊന്നും അറിയാം. അതെ, ഒരു കുറച്ച് ചിറ്റ് ചാറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. ബൈ പറഞ്ഞിട്ട് പിന്നെ വീണ്ടും ശ്രീവത്സും ഞാനും ചിറ്റ് ചാറ്റ് ചെയ്യുന്നതായിരിക്കും. But Janaki, once again, thanks a lot for coming to the studio and joining this call with Jyothi Chechi and myself. We are getting on to the first question. Two things that have changed after the show Voice. അപ്പോൾ രണ്ട് മേജർ കാര്യങ്ങൾ എന്താണ്? ഞങ്ങൾ കുറെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലും ജാനകിയുടെ കുറെ ഈവെന്റ്സും പോസ്റ്റും ഞങ്ങൾ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And if you could tell me two things that have changed, that'd be amazing. Okay, firstly, thank you for having me. Two things that have changed. എനിക്ക് തോന്നുന്നു മെയിൻ ആയിട്ട് obviously the opportunities that I've gotten after The Voice. കുറെ recognition വന്നു നാട്ടിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും. So, opportunities for shows, for, radio shows, collaborations, all of those came along. And like, even വേറെ ഇൻഡസ്ട്രീസിൽ തന്നെ, like whether it be like modeling or, all that kind of stuff. So I've gotten a huge amount of opportunities, and I've been able to work with multiple artists, collaborate. So yeah, I think that's the first biggest thing. Secondly, main idea, like The Voice kind of framed me as an artist. അതിലൂടെയാണ് എൻ്റെ like ഈ Indian like I got to be more in touch with my Indian culture through that, because I was on The Voice as a South Indian girl. ഞാൻ കേരള സാരി ഒക്കെ എടുത്തിട്ടാണ് കയറിയത്. അപ്പോ I know that a lot of young Indian girls looked up to me after that. Appo adinnu vanna image representation okay, that also benefited me a lot, and the praise that I got from others also motivated me to keep going as well. Yeah. Thank you. And I must mention, Srivaths, that in spite of all that being in limelight, she's still so down to earth, able to maintain that normalcy. നമുക്ക് ചിലർക്കൊക്കെ തലയ്ക്ക് കയറുക ആ ഇത് വരുമ്പോ, but she's such a sweet one. She's still really, she knows how to stay grounded, and kudos on that one. Well done to you. Thank you. And that I guess parents play a big role in that.
അമ്മയ്ക്കും Yeah, അച്ഛനും definitely. കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദാറ്റ്. അതെ, ഞാൻ ആ വീഡിയോ ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് അതിൽ എസ്പെഷ്യലി നമ്മുടെ ജാനകിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ദാറ്റ് വീഡിയോ റിയാക്ഷൻ, ദിവ്യ ചേച്ചിയും അനൂപേട്ടനെയും ആ വീഡിയോ റിയാക്ഷൻ ഉണ്ടാവും. എസ്പെഷ്യലി വെൻ all the three judges, they turn their seats, accepting first time when they hear Janaki. That's a very emotional moment. I'm sure it has touched a lot of hearts. So, like the way Jyothi, you just said it actually comes from parents, and I think that's how, as a family, they've been. So that's an amazing feeling. Yeah. We'll move on because I know Janaki പാടുന്നല്ലാതെ Janaki എഴുതും ചെയ്യും. You have that little hidden talent, and you want to tell us about that little talent that's not known to many people? Yeah. So I've been writing for a while now. ഞാൻ കുറച്ച് എൻ്റെ ഒറിജിനൽസ് റിലീസ് ചെയ്തിട്ടുണ്ട്. Not many. I think like 4 of my own songs. Since I was like 9 years old, I've been writing my own music. So I want to write more, but it's obviously hard. And like I play guitar, so ഞാൻ പാട്ട് എഴുതുമ്പോൾ ഗിറ്റാർ എടുത്തിട്ട് അതിനെ with my guitar I write music. So I've always had a little bit of an interest in it, and I want to get more into it, and I want to show more people what I can do in the writing aspect. Yeah. Now, is there a particular topic that you pick on? How does that come to you? എങ്ങനെയാണ് ആ എഴുതുമ്പോൾ, like, is there a place you have your own dedicated space that you sit in, and then your thinking hat comes in and your lyrics come out? എങ്ങനെയാണ്? How does it happen? Yeah, so ഒരു പാട്ട് എഴുതുമ്പോൾ mainly, I mean, most of the time I sit on my bed with my guitar. That's my most comfortable place. അപ്പോൾ അവിടെ ഇരുന്നിട്ട് I reflect on my day, or if I've seen a movie, if my friends have told me a story, അതിന് inspiration എടുത്തിട്ട് ഞാൻ പാട്ട് എഴുതും. ഇല്ലെങ്കിൽ just I'll write down, like, journal what happened, എന്നിട്ട് അതിന് കുറച്ച് inspiration എടുത്തിട്ട് I'll structure out a song. ഇല്ലെങ്കിൽ even like I might hear a beat or see like hear some guitar chords that I really like. So whatever, ഞാൻ എന്തിന്നും inspiration എടുക്കും. Anything that I find intriguing, or like I like the sound of something, I'll use that to write music. So yeah, but most of the time it comes from like my life experiences or stories that I've heard. Beautiful. Janaki, ഒരു personal question, that is in terms of നമ്മുടെ relationship, in terms of we would want to know how is with your uncle, അതായത് when Arun Goban as a singer, when he actually came through. I have seen the first show, ചേച്ചി Idea Star Singer ഒരു very famous person, Arun Goban, had actually come through, and he became really very famous. So, and won a lot of hearts. So how is your relationship with your uncle? Do you usually have does he teach you something, of how does that all go? Yeah, he's a huge inspiration. And കുഞ്ഞായപ്പം മുതൽ he's been like always singing. Even at my dad sings, and the family മൊത്തം very musical ആണ്. അപ്പോൾ I've seen how he works. He works so hard, and he's also into music production and writing his own music. അപ്പോൾ അത് കണ്ടിട്ട് I've learned a lot, and I want to learn more. Yeah, I've always been close with him. Music മാത്രമല്ല, in every aspect. ഞാൻ എല്ലാ വർഷം നാട്ടിൽ പോകും. So when I'm there, I spend a lot of time with him doing music and all. So yeah, I never actually Idea Star in the videos ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, because that was so old. But I've obviously supported and watched a lot of his recent work. So I'm a huge fan of him. And yeah. അപ്പം when we say that some of the strongest pillars, definitely uncle ഒരു സ്ഥാനമുണ്ട് അല്ലേ? Yeah, for sure. Who else would you add as like your basic strong pillars for your life, not in just in terms of your music, but on the whole? Yeah, definitely my mom and my dad. Amma Achran and the strongest pillars. They are the ones who do most of the work. They're the ones who have made me who I am. And all my opportunities, all the opportunities I've gotten have been through Acha's hard work of, like, making connections and talking to people. And also my like singing teachers, and just my teachers in general, my gurus, they have helped me so much. They have shaped my voice. Obviously, if I couldn't sing like how I sing, then I wouldn't be here today. And that's all because of, one of my gurus is Shobha Shekhar, my Carnatic teacher. So yeah, she has helped me so much. But yeah, I say my biggest supporters and the people who have crafted me are my parents. Yeah. It's hard to pick and pinpoint these are the people. എല്ലാവരും ഓരോരോ
ഏരിയയിലാണ് they play a big role. That's so true. ഏതെങ്കിലും ഒരു പാട്ട് പെട്ടെന്ന് പാടാൻ പറഞ്ഞാൽ നമ്മളിപ്പോ മലയാളം റേഡിയോ സ്റ്റേഷനാണ്, മോർ ഇൻ ടു മലയാളം സോങ്സ് ആയതുകൊണ്ട് ഏത് പാട്ടായിരിക്കും പെട്ടെന്ന് മനസ്സിലോടിയത്? So the song that I've heard a lot growing up as well is Kanagamundirigal. It's a classic. And the family മൊത്തം ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. So Okay. അത് പാടാം maybe. Yeah. Okay. Okay. കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിയിൽ ഒരു കുറുകുനു ചിറകുമായി വരിക ശലഭമേ. കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിയിൽ ഒരു കുറുകുനു ചിറകുമായി വരിക ശലഭമേ. കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിയിൽ ഒരു കുറുകുനു ചിറകുമായി വരിക ശലഭമേ. സൂര്യനെ ധ്യാനിക്കുമീ പൂ പോലെ ഞാൻ മിഴിപ്പൂട്ടവേ. സൂര്യനെ ധ്യാനിക്കുമീ പൂ പോലെ ഞാൻ മിഴിപ്പൂട്ടവേ. വേനൽ പൊള്ളും നെറുകിൽ മെല്ലെ നീ തൊട്ടു. കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിയിൽ ഒരു കുറുകുനു ചിറകുമായി വരിക ശലഭമേ. Janaki, one thing that you've become famous in the internet, especially Kozhikodan Pengutti എന്ന് പറഞ്ഞിട്ടാണ് the media has hit. I'm sure everyone from Kozhikode is so happy about it. So ഓരോരിക്കലും നാട്ടിലേക്ക് പോകുമ്പോൾ കാലിക്കറ്റ് പോവോ, and what has been your experience in terms of when people reach out or recognize? Is it very difficult to go through the airports, or when fans reach out? What's your feeling as a whole, Janaki, when that happens? Yeah, I mean, നാട്ടിൽ പോകുമ്പോൾ I get recognized a lot more than in Australia. കാരണം നാട്ടിലാണ് mainly എൻ്റെ followers ഒക്കെ ഉള്ളത്. അപ്പോൾ obviously I love talking to everyone. When people come up to me and say hi, I love talking. എനിക്ക് അങ്ങനെ പാടായിട്ടൊന്നും തോന്നിയിട്ടില്ല. I find it really fun. The only thing is like sometimes സിനിമയിലൊക്കെ കാണാൻ പോകുമ്പോൾ I feel like I have to look good. Like if I make a weird face and people recognize me, അതിന്റെ ഒരു പേടിയുണ്ട്. So എൻ്റെ image maintain ചെയ്യാൻ try ചെയ്യും പബ്ലിക്ക് പോകുമ്പോൾ, just in case someone does recognize me. But ആരെങ്കിലും വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചാൽ I love talking to them. Yeah. Have you had any crazy fan or എങ്ങനെയും fans ഒക്കെ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട്, have you got any experience like that? Yeah, so there's been this one person on Instagram who he's been sending messages for 600 days consecutively. ഇതുവരെ നിർത്തിയിട്ടില്ല. So, and I thought when he sends it like, I'm sending you messages until you notice me. And I replied, but he's still sending them every single day. And there's also been people, with fan pages and stuff who come and watch my shows and support me. Yeah. Crazy, bad fans ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. Yeah. Everyone's good. But that's nice. You get them fans coming. അല്ലെ കാണാനായിട്ട് ഒരു നമ്മള് മോഹൻലാൽ ഫാൻ അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ Janaki ഫാൻസ് അസോസിയേഷൻ ഉള്ളത് അറിയാം. It's very sweet.
Yeah, so sweet. Janaki, you earlier said your uncle played a big part, obviously, but what inspired you? What thought, I can sing? I know you've been doing training and everything, but when did you feel confident, think, I have a singer in me? And തോന്നിയത് എപ്പോഴാണ്? I mean, I've always loved singing. ഞാൻ കുഞ്ഞാപ്പം മുതൽ ഞാൻ 6 years old ആവുമ്പോൾ കർണാട്ടിക് തുടങ്ങി. പിന്നെ 8 ആവുമ്പോൾ ഞാൻ വെസ്റ്റേൺ തുടങ്ങി. I think when I was doing Carnatic originally, എനിക്ക് അതിലോട് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അത് അമ്മയും അച്ഛനും ഫോഴ്സ് ചെയ്തിട്ട് ഞാൻ പോയിട്ട് പാടിയതാണ്. പക്ഷെ 8 വയസ്സായപ്പോ ഞാൻ വെസ്റ്റേൺ തുടങ്ങി. അപ്പോഴായിരുന്നു ശരിക്കും ഇൻട്രസ്റ്റ് വന്നത്. I went to a singing school and I was surrounded by a whole bunch of amazing musicians. അപ്പൊ അവര് പാടുന്ന കേട്ടിട്ട്, I wanted to be more like them. And, I got a lot of good feedback. അപ്പൊ അങ്ങനെ encouragement കേട്ടപ്പോഴാണ് ഞാൻ realize ചെയ്തത്, oh, maybe I'm not that bad. അപ്പൊ അങ്ങനത്തെ when I got encouragement, I wanted to sing more and more and explore more types of music. And then as I started practicing more and as I started getting better, അപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ different kinds of musicനെ appreciate ചെയ്യാൻ പഠിച്ചത്. അപ്പം തൊട്ടാണ് എനിക്ക് കർണാട്ടിക് മ്യൂസിക്കിലേക്ക് തന്നെ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് വന്നു. When, I was exposed to it more and I grew up, obviously, all the like stigma around I don't know, that I had for myself, like, oh, Indian culture, I don't want to go near it. That's definitely completely gone now. I love my heritage and my culture. So yeah, I've always been interested in music, but around 8 years old when I started exploring Western and my music, like my listening also expanded. കാരണം ആദ്യം അമ്മയും അച്ഛനും കേൾക്കുന്ന മ്യൂസിക് ആയിരുന്നു ഞാൻ വീട്ടിൽ കേട്ടോണ്ടിരുന്നത്. പക്ഷെ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ മ്യൂസിക് കാണിച്ചു തരല്ലോ. അപ്പൊ when I listened to that, I found artists that I like and I wanted to be more like them. So yeah, that's how it started. It's lovely to hear that you've realized the beauty of your own culture. And I think that's you're being a good role model to all those young girls there who think, our Indian heritage ഉള്ളത് sometimes അത് കാണിക്കാൻ മടി കാണിക്കും. Because like you said, you're surrounded by your Western friends and you think they might look down upon it or something. But I think truly having someone like you out in public there, like showing off the culture, is awesome. On that Thank note, is there any song that you would like, so this is like a Janaki show, Marian. Is there any song that you would like us to play for you? Again, I know you have a huge genre to pick from, but we're just sticking to Malayalam just to make it easier. Yeah, sure. Recently അല്ല, ഈ വർഷം ഇറങ്ങിയ ഒരു സിനിമ പ്രേമലു, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. I think it was so cute. അതിന്ന് I liked Welcome to Hyderabad. Yeah, that's a good song. I like the production of that. I think it's really cool. പിന്നെ Charadugal from Kumbalangi Nights. That was also a really good movie. Yeah, I really like that. So those two probably. We'll definitely play those two for you. Thank you. ചരാതുകൾ തോറും നിത്യോർമയാ തരാതെ പോ ചാരുവാമുമ്മകളാ ചുഴലുന്നൊരേ കുറ്റാക്കൂരിരുൾ കഴിയോളം ഞാനെറിയാം.
കുരിശിടാം ഞാൻ ഉഷസിന്നനമേ തോർത്താനിറങ്ങും വെയിലായിടാം പാരിലൊരു ഞാലയലയായി ഞാൻ വരാം നിന്നാകാശമായി നിറയുന്നൊരേ കണ്ണീർ കയങ്ങൾ കടൽ ഞാൻ കരേറിടാം. മകനെ ഞാനുണ്ടരികത്തൊരു കാണ കണ്ണോട്ടമായി. മകനെ ഞാനുണ്ടകലത്തൊരു കാതൽ Now, ദിവ്യ അവിടെ അടുത്തിരിക്കുന്നത്. ദിവ്യ അടുത്തോടൊന്ന് ചോദിക്കാൻ വെച്ചിട്ടാണ്. Okay, sure. ഹൗ ഡു യു ഫൈൻഡ് ഇറ്റ്? എങ്ങനെയുണ്ട് മോളുടെ പാട്ടും യുവർ കരിയർ, മോളുടെ പാട്ടിന്റെ കരിയർ, ആൻഡ് എങ്ങനെ പോകുന്നു ദ ഹോൾ ലൈഫ് വിത്ത് ദിസ് ബിസി സ്കെഡ്യൂൾ? നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കതൊരു ഹെക്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. സോ ഞാനും അനൂപും ഇത് ഒരുപാട് ഇൻട്രസ്റ്റോട് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് വി ആക്ച്വലി എൻജോയ് ഡൂയിങ് ഇറ്റ്. പറയുമ്പോൾ അനൂപാണ് മോർ ടൈം സ്പെൻഡ് ചെയ്യാറ്. യുനോ ജാനു സെഡ് അങ്ങനെ, അതായത് അവളെ മ്യൂസിക് ആൾക്കാരിലേക്ക് എത്തണമെന്നും അത് മോർ ആൾക്കാർ കേൾക്കണം എന്നുള്ള ഒരു ഇതിൽ വർക്ക് ചെയ്യുന്നത് അനൂപാണ്. പിന്നെ ഞങ്ങൾ ഇപ്പം മെയിൻ ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം ഇവിടെ അടുത്തും പറയാറുള്ളതാണ്, ലൈക്ക് നമ്മൾ നമ്മുടെ സ്കൂൾ കാലം എത്ര എൻജോയ് ചെയ്തിരുന്നു നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഈ ഒരു ടൈം ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. സോ വാട്ട് ഇപ്പൊ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞത് ലൈക്ക് ഈ ടൈം എൻജോയ് ചെയ്യൂ. Like, you know, she can always get more into singing, more other things later in her life. അപ്പൊ ഇപ്പം കോൺസെൻട്രേഷൻ മോർ ലൈക്ക് ഇപ്പം വി ആർ ലെറ്റിംഗ് ഹാങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ്, ആ സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യാന്നുള്ളതാണ് ഇപ്പം ആക്ച്വലി പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അതിന്റെ കൂട്ടത്തിൽ അധികം ഹെക്റ്റിക് ആവാതെ വരുന്ന നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എടുക്കുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ ചിലതിന് നോ എന്ന് പറയാനും എല്ലാം തുടങ്ങി. കാരണം വി വോണ്ട് ടു പ്രയോറിറ്റൈസ് അവളുടെ ടൈമും അവളുടെ ഇൻട്രസ്റ്റ് ഒക്കെ പ്രയോറിറ്റൈസ് ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ പോകുന്നു. ഇറ്റ്സ് നോട്ട് ഈസി ടു സേ നോ, ബിക്കോസ് നമുക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമ്മൾ യെസ് പറയാനാണ് തോന്നുന്നത്. ബട്ട് ഹാറ്റ്സ് ഓഫ് ടു യു. അത് ചെയ്യാൻ പറ്റുന്നത് ബിക്കോസ് യു ഹാവ് പറഞ്ഞ നമ്മുടെ ആ സ്കൂൾ ഏജ് ഈസ് എൻ ഏജ് വിച്ച് വിൽ നെവർ കം ബാക്ക്, അല്ലേ? അതെ അതെ അതെ, അതാണ് നമ്മൾ ഇപ്പം എസ്പെഷ്യലി നമ്മൾ എപ്പോൾ ലുക്ക് ബാക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ആ ഹൈസ്കൂൾ പീരീഡ് ഒക്കെയാണ്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ലൈക്ക് ഷി ഹാസ് ടു ആ ലൈഫ് ഉണ്ടാവണം. അതുകൊണ്ട് ഇപ്പൊ മോർ അതിലാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ചേച്ചി എപ്പോഴും ഒരു കാര്യം ചോദിക്കണം എന്ന് പറഞ്ഞ, ഇഫ് അതായത് ജാനകി സിംഗർ ആവണം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഹു റെക്കഗ്നൈസ്ഡ് ജാനു ആസ് ദാറ്റ്, ഓ നന്നായി പാടുന്നുണ്ടല്ലോ, എപ്പോഴായിരുന്നു, അറ്റ് വാട്ട് ഏജ് ഡിഡ് യു റെക്കഗ്നൈസ്? ജാനകി ആക്ച്വലി സത്യം പറഞ്ഞാൽ സിംഗർ ആവുന്നതിന്റെ മുന്നേ ലൈക്ക് എന്റെ പ്രയോറിറ്റൈസേഷനും കോൺസെൻട്രേഷനും ഒക്കെ ലൈക്ക് മേക്കിംഗ് ഹർ ആസ് എ ഡാൻസർ. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഭരതനാട്യം ക്ലാസ് ആണ്. ദാറ്റ്സ് വാട്ട് ഐ വാസ് എക്സ്പെക്ടിങ്. പിന്നെ വി വാണ്ടഡ് മ്യൂസിക് ടു ബി പാർട്ട് ഓഫ് അവർ ലൈഫ്. അതുകൊണ്ട് നമ്മൾ വയലിൻ ആണ് ഫസ്റ്റ് പഠിക്കാൻ പറ്റുന്നത്, ഇൻസ്ട്രുമെന്റ്, ബിഫോർ വി കുഡ് റെക്കഗ്നൈസ് ഷീ കുഡ് സിംഗ്. പിന്നെ മ്യൂസിക് ആണെന്ന് തിരിച്ചറിഞ്ഞത് നമ്മളെ കുട്ടികളെ എപ്പോഴും നമുക്ക് ഇഷ്ടാവുമല്ലോ എന്ത് ചെയ്താലും. പക്ഷെ പുറത്തുള്ള ആൾക്കാർ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് വി റിയലൈസ്ഡ് ഓക്കെ. കാരണം ഒരു ഫ്രണ്ട്സ് ഗാദറിംഗിൽ ഇവള് പാടി കഴിയുമ്പോൾ വി കുഡ് ഡെഫിനറ്റ്ലി
see some teary ആയി കാണാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്തത്. സോ ഷീസ് ആക്ച്വലി ടച്ചിങ് പീപ്പിൾസ് ഹാർട്ട് വിത്ത് ഹർ മ്യൂസിക് എന്നുള്ളത്. അപ്പോഴാണ് അത് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത്. Okay, from that time onwards. And what age was that? 8 years old. അപ്പോഴാണ് ആക്ച്വലി വെസ്റ്റേൺ, അതാണ് അവൾ അത്രയും ടച്ച് ചെയ്ത് പാടി തുടങ്ങിയത്. വെസ്റ്റേൺ പാടി തുടങ്ങിയപ്പോഴാണ് ഷീ ആക്ച്വലി ലൈക്ക് പാട്ടിനെ ഒരു വോക്കലി അതിനെ അങ്ങനെ അപ്രോച്ച് ചെയ്ത് വെസ്റ്റേൺ പാടി തുടങ്ങിയപ്പോഴാണ് 8 years old. ഓക്കെ ഓക്കെ. അപ്പോ ചേച്ചി, ജാനകി പല സ്റ്റൈലും പാടുന്നുണ്ടല്ലോ. കർണാട്ടിക് പാടുന്നുണ്ട്, വെസ്റ്റേൺ പാടുന്നുണ്ട്. ഏറ്റവും ജാസ്തി നിങ്ങൾക്ക് പേഴ്സണലി ടച്ച് ആവുന്നത് ഏതാണ്? നിങ്ങൾക്കും അനൂപേട്ടനും? അത് ഭയങ്കര ഹാർഡാണ് പറയാൻ. കാരണം അവൾ പാടുന്ന എല്ലാ ജോണറിലും നമുക്ക് ഇഷ്ടമാണ് ആക്ച്വലി. കർണാട്ടിക് പാടി കേൾക്കുമ്പോ ഞാൻ വിചാരിക്കും എന്നാ പിന്നെ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തോട്ടെ, കാരണം അതാണ് കേൾക്കാൻ രസം. അത് കഴിഞ്ഞ് ഒരു വെസ്റ്റേൺ പാടുമ്പോ തോന്നും നോ, ഐ തിങ്ക് ദിസ് ഇസ് ബെറ്റർ. അപ്പം നോ, ഷി ഹാസ് ദാറ്റ് ഫ്രീഡം. അത് അപ്പൊ ഏത് പാട്ട് പാടിയാലും അത് ഇപ്പം അവിടെ ഒരു സ്റ്റൈൽ ഓഫ് പാട്ടായിരുന്നു പാടിയത്. ഇപ്പം ഷീസ് ലേണിംഗ് മ്യൂസിക് ഫ്രം ഒരു വേറൊരു പുതിയ ടീച്ചറായിട്ട് മ്യൂസിക് പഠിക്കുന്നുണ്ട്, ഹിന്ദുസ്ഥാനി. അപ്പം ഹീ മെയ്ഡ് എ ട്രൈ സം വെരി കോംപ്ലെക്സ് ഹിന്ദി സോങ്സ്. അത് നമ്മൾ ഒരിക്കലും അവള് പാടി കേൾക്കോ അല്ലെങ്കിൽ ഞങ്ങൾ പഠിക്കാനോ ചാൻസ് ഇല്ലാത്തൊരു പാട്ടായിരുന്നു. അപ്പൊ അത് കേട്ടപ്പോ വി വർ ലൈക്ക്, ഓ ഇവക്ക് ഇത് പാടാൻ പറ്റുന്നുണ്ടല്ലോ. സോ യുനോ ഇറ്റ്സ് വാസ്റ്റ് ആയിട്ട് കിടക്കാണ്. സോ she could pick anything she wants. You've laid the base. Ellam kodutund. She has tasted all the different genres, so she can. Yeah, exactly. Janaki stage performances ചെയ്യുന്നുണ്ടല്ലേ ധാരാളം? Stage performances ചെയ്യാറുണ്ട്. ലൈക്ക് ഇവിടെ നാട്ടിലും ചെയ്തിട്ടുണ്ട് അതോ മോർ ഇവിടെയാണ് ചെയ്തേക്കുന്നത്? നാട്ടിലും ചെയ്തിട്ടുണ്ട് ഞാൻ. I think the most memorable one was a festival. കാരണം ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന, it can be like sometimes corporate events or like collaboration stages, but this was a festival. എനിക്ക് ഒരു സെറ്റ് ഉണ്ടായിരുന്നു 1 hour, so that was like my best experience. ഒരു മണിക്കൂറിൽ it's your solo. Wow, okay. Just me with my band. So have you got your personal band or like എങ്ങനെയാണ്? ഇല്ല, പേഴ്സണൽ ബാൻഡ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. That's one of my main goals actually, ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ. That's like the hardest part of this journey, finding people that fit with, my goal, who can help me succeed, and amazing musicians. There's so many out there, but also in the age considering it's hard to connect with people and find people my age. So for that specific thing, they were all artists from Kerala. From Kerala. It was a 3-member band and they were all amazing, but there's also that thing, they're in Kerala, I'm in Melbourne, so I do need to, and I hope to create a band that can stick with me wherever I perform. But maybe in future you'll have like an audition set out, band selection വേണ്ടിട്ട് have them out, then you decide who comes as my that's definitely ipo yeda, like that was really cool. You're on A.R. Rahman personally invited you up there. How was the experience on going on stage there, performing in front of that huge personality? It was absolutely insane. I was so shocked when I got called up, and it was just like a surreal moment because I know how huge of fans my parents are of A.R. Rahman. I grew up listening to him too, and it was just crazy, like seeing him stand there. And when he called me up and I went backstage, not only A.R. Rahman, but all the artists that were there, all the singers, they were so sweet, and getting to talk to them was so nice. And I wasn't even that nervous because, like, I don't know, like our moment, I was just excited to perform because I've always wanted to perform at Rod Laver Arena. It's a huge arena. The audience was huge. And so like the fact that I just got to stand on that stage with A.R. Rahman sir behind me, performing in front of that huge crowd, it was insane. It was so much fun. And I'm glad that I wasn't nervous. So I didn't mess up too much. 92.3 Malayalam FM. Take that.
കൈകളിൽ ധനവതി കയറണതോ കഴിക്കണമോ ചെറുതൊഴിക്കണമോ തലവര പലപുരി തിരയണതോ ഫലം ഗണിക്കണതോ വിധിച്ചതോ രാവിലന്നു നമ്മളൊന്നു ചേർന്ന് ചൊല്ലി രാശികൾ കുന്നുകൂടിയുള്ളി ആശവൻ പ്രതീക്ഷ മിന്നി തലവിറ ചെറകായതിരുമേലുയരണേ കനവുകൾ നനയുമേ കവറിലായി കരുതണേ പിടിവിടാതെ പെരിയ ചെലവിത് കീശകളാകെ ചെവിയിലൊരു പിടി ഭാഷകളായേ മഴപ്പലാരം ഇരത്തിനോരം കറക്കമാണേ വെളുക്കുവോളം Malayalam FM. Janaki, initially, Janaki Varimbo, you said there's a lot of opportunities that flew through, a couple of modeling opportunities also came through, and a lot of other shows. Apo, are you also, എന്തൊക്കെ മൂവി ഓപ്പർച്യൂണിറ്റീസ് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജാനകിനെ ഓൾറെഡി അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? അതോ ഇനി അപ്രോച്ച് ചെയ്താൽ would you be interested or fascinated to do that as well along with your singing career? Yeah, acting opportunities definitely വന്നിട്ടുണ്ട് കുറച്ചൊക്കെ. I've never acted before. ഞാൻ acting lessons എടുത്തിട്ടില്ല. അത് പഠിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ I think the main problem is all the opportunities I've gotten have been from Tamil Nadu or from North India. ഞാൻ തമിഴ് സംസാരിക്കില്ല, ഹിന്ദിയും സംസാരിക്കില്ല. അപ്പൊ അതിന്റെ കുറച്ച് ലാംഗ്വേജ് ബാരിയേഴ്സും വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം I'm based in Melbourne, so the travel, that's also another problem. So there have been a lot of things that have, kind of held me back. And എന്റെ ഏജും ഒരു വലിയ ഫാക്ടറാണ്. 18 ആയിട്ടില്ല. അപ്പൊ ആ ഏജ് എത്തുമ്പോഴാണ് കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക. So I have gotten acting opportunities and I'm really interested in them. So yeah, you can definitely look forward to actor Janaki soon. Yeah. Janaki, what is the feeling ഇപ്പോൾ ഒരു പെർഫോമൻസ് പെർഫോമൻസ് ഡെലിവർ ചെയ്യുന്ന മുന്നേ എന്താണ് ആ ഒരു are you nervous, are you like just calm or excitement? എങ്ങനെയാണ് has that evolved over time, or എന്താണ് ജാനകിയുടെ മൈൻഡിൽ എന്താ ആക്ച്വലി സംഭവം നടക്കണമെന്ന് പറഞ്ഞിട്ട് what happened? It definitely hasn't evolved over time. I'm the same amount of nervous as I was when I was 6 years old performing on stage, because അതൊരു മാറുന്നൊരു feeling അല്ല. It's not necessarily bad either. I think that nervousness is what pushes me to, be better and give my all on the stage at that moment. Before I go on stage, I'm always nervous, but I feel ഒരു smaller സ്റ്റേജിൽ കയറുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ nerves വരാം. എൻ്റെ I've, done singing performances at small places to different musicians. Performing in front of other singers is when I'm the most nervous, because, they know what it's like and they're all incredibly talented. So I feel like I have something to prove. But in the least nervous moments of performing on stage was when I had the largest crowd. For example, T20 World Cup performing that was like nearly 100,000 people in MCG. I wasn't nervous at all because it just doesn't feel like any of them are watching me. Same with Rod Laver. Like the arena was fully black, so I couldn't see outwards. But yeah, no matter how prepared I am, I'll always have those butterflies in my stomach. Yeah. I think if you're a good performer, you get those butterflies irrespective of a number of years of experience. And then, like Yeah, in your own words, you said you mask it well. You're a performer. അപ്പൊ ഇനി ഒരു പാട്ട് കൂടി ചോദിച്ചാൽ ഇനിയിപ്പോ ദിവ്യയുടെ അടുത്ത് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ സ്മരണകൾ കാട എന്ന് പറഞ്ഞിട്ട് ഷെഹബാസ് അമനും സിത്താരയും കൂടെ പാടിയൊരു പാട്ടുണ്ട്. സച്ചിൻ പാലു മ്യൂസിക് ചെയ്ത് എന്റെയും അനൂപിന്റെ രണ്ടുപേരുടെയും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ആണ്. ഓക്കെ, ഓൾറൈറ്റ്, പെർഫെക്റ്റ്. എന്തായാലും അത് പ്ലേ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.
ദിവ്യ ചേച്ചി പാടുകയാണെങ്കിൽ ഏത് പാട്ടായിരിക്കും പാടുക? ഞാനോ ഏത് പാട്ടിനെ ഡാൻസ് ചെയ്യാന്ന് ചോദിക്കേണ്ടത്. പാടുന്നുണ്ടെങ്കിൽ ഇവക്ക് വല്ല ഉണ്ണിവാവോ ആയിരിക്കും പാടിക്കൊടുത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ you should actually ask അനൂപ് പാടിയിട്ട് ഡാൻസ് ചെയ്ത പാട്ട് ഏതായിരിക്കും എന്ന് വെച്ച് ചോദിക്കണ്ടാവും. അതിന്റെ ഒന്ന് രണ്ടെണ്ണം ഉണ്ടാവും. ഒന്ന് രണ്ടെണ്ണത്തിന് ഒരു ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ടഫ് ക്വസ്റ്റ്യൻ. മലയാളം അല്ല, അതായത് തമിഴ്, ഹിന്ദി? തമിഴ് അയ്യയ്യോ പറഞ്ഞിട്ട് കുംകി എന്ന് പറഞ്ഞ മൂവിയിലൊരു സോങ്. അത് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സോങ് ആണ്. ആൻഡ് ലൈക്ക് വെരി ക്ലോസ് ടു ഹാർട്ട്. ഡി ഇമാൻ ആണ് അതിന്റെ മ്യൂസിക്. അപ്പൊ when D Man called Janu for one of his movies, like we were like really excited. ഭയങ്കര happy ആയിരുന്നു. Like she get to sing a song for him. But it was very personal. Happiness ആയിരുന്നു. It's like your dreams are coming through, living out through her, അല്ലേ? Of course. കാരണം അവളുടെ ഈ ഏജില് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ അവള് ലിവ് ചെയ്യുന്ന ഏരിയയിൽ ഇതൊന്നും അവളുടെ ഡ്രീം ആവണമെന്നില്ല. പക്ഷെ ഇതൊക്കെ ഞങ്ങളുടെ ഡ്രീമാണ്. യെസ്, ഡെഫിനറ്റ്ലി. ലൈക്ക് No, they're all great musicians. I mean, who can question that? In spite of whichever era they're in, they've given lovely music, both of them. A. Rahman, D. Imam Sarat. Nalla. Beautiful. Jeji, I had one question. This is to Janaki. Janaki, usually ആരുടെ പെട്ടാണ്? അച്ഛന്റെ ആണോ അമ്മയുടെ ആണോ? Who's your I can't say favorites for sure, but No, I can't choose. yeah, but whom can you എന്തെങ്കിലും ഒരു കാര്യം നേടണം എന്ന് പറഞ്ഞാൽ ആരുടെ അടുത്താണ് യൂഷ്വലി പോവുക? അച്ഛന്റെ അടുത്ത് പറഞ്ഞാലാണോ കിട്ടുക, അതോ അമ്മയാണോ? I tell both of them everything. ആദ്യം maybe അമ്മേന്റെ അടുത്ത് പറയും. Right. I think എന്തെങ്കിലും സാധനം വാങ്ങിക്കാനാണെങ്കിൽ അച്ഛന്റെ അടുത്ത്. ആണല്ലേ? കാരണം അച്ഛൻ will buy whatever she wants. അല്ല വേറെ എന്തെങ്കിലും ആണെങ്കിൽ അമ്മയുടെ അടുത്ത്. ഓക്കെ. ബട്ട് യൂഷ്വലി ചീത്ത പറയാറുണ്ടോ ജാനക്കീനെ? പാട്ട് എന്താ കുറച്ചും കൂടെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛനോ അമ്മയോ ആരെങ്കിലും എന്തെങ്കിലും പറയാറുണ്ടോ? അച്ഛൻ ഡെഫിനറ്റ്ലി അച്ഛനായിരിക്കും. കാരണം അമ്മ ഞാൻ പാട്ട് പാടുന്ന വെയിന് ചീത്ത പറയില്ല. രണ്ടുപേരും അങ്ങനെ പറയാറില്ല. ചീത്ത അങ്ങനെ കേൾക്കാറില്ല പാട്ടിന്റെ കാര്യത്തിൽ. ഓക്കെ, ബ്യൂട്ടിഫുൾ, അടിപൊളി. അപ്പം thank you, Janaki and Divya. രണ്ടുപേരും സമയം തന്നേന്. I know it's not, you've answered so many these questions with so many other people, so maybe some of them are repeated, but you've been very sweet. Spend some time with us. അപ്പോൾ ശ്രോതാക്കളുടെ on behalf of them and on behalf of 92.3 Malayalam FM, thank you so much. Thank you. Thank you. 92.3 Malayalam FM. സ്മരണകൾ കാടായി ഇലയിളകുമ്പോൾ അതു കാറ്റലതൻ കഥ പറയലാവാം, പ്രണയഗതമാവാം. സ്മരണകൾ കാറ്റായി കഥകു തുറക്കെ അതു നിൻ കഥയാ പകരുമിലയി ഞാൻ പ്രണയദലമീ നിഗൂഢമായി വനം വളർത്ത പൂവ് നീ സ്മൃതി ഋതുവേറി വന്നു. വിദൂര സൂര്യ നിൻ സമീപമെത്തിയോ സ്മൃതിയതിലുയലാടി ഞാൻ.
പുലർക്കാല സ്വപ്നമായിടാം. പുലർകാല സ്വപ്നവും ചിരകാല സത്യമായി വരാം. പ്രണയം മാത്രമാ സകലം. സ്മരണകൾ കാടായിലകുമ്പോൾ അതു കാത്തലതൻ കഥ പറയലാവാം, പ്രണയകഥമാവാം. സ്മരണകൾ കാറ്റായി കഥകു തുറക്കെ അതു നിൻ കഥയായി പകരുമിലയി ഞാൻ പ്രണയദലമീ ഞാൻ. തപം പിളർന്നിടും അപൂർവശലഭമേ മലരിതിലൊന്നിരിക്കുന്നു. അഗാധ നിദ്രതൻ കിടാവിവന്റെ പൊൻ ചിറകിതളായി മാറുമോ. കടുനോവിനോർമ്മ പോൽ പുതുപ്പൂവിടർന്ന കാടിയുൾ. പുതുപ്പൂവിടർന്നതിൽ പടരും പരാഗമായി ഞാൻ. പ്രണയം പൂത്ത വിപിനം നമ്മൾ. സ്മരണകൾ കാടായിലകുമ്പോൾ അതു കാറ്റലതൻ കഥ പറയലാവാം, പ്രണയകഥമാവാം. സ്മരണകൾ കാറ്റായി കഥകു തുറക്കെ അതു നിൻ കഥയായി പകരുമിലയി ഞാൻ പ്രണയദലമീ ഞാൻ. ആ ആ ആ ജാനകിയും ജാനകിയുടെ അമ്മയും നമുക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിച്ചു. താങ്ക് യു അഗൈൻ. ഇപ്പൊ അവര് നമുക്ക് ഈ സമയം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇനിയൊരു ചെറിയൊരു സംഭവം ജാനകിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അത് നമ്മളായിട്ടല്ല, someone very close to her. ജാനകിക്ക് വേണ്ടി ഒരു മെസ്സേജ്. Hi Janaki, this is singer Shweta Mohan. I feel so happy and proud to see a young Malayali girl like yourself grow up into a beautiful singer. You made us all proud with your singing at the reality show a few years back, and yet again you made me feel so proud when you sang Divakaran so beautifully at A.R. Rahman sir's concert in Melbourne. Wishing you a beautiful journey in music. May the universe give you many, many opportunities to showcase your talent to this world. Hope to see you again soon, Janaki. God bless. ശ്വേത മോഹന്റെ ഈ മെസ്സേജ് നമ്മളിലേക്ക് എത്തിച്ചത് ജാനകിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. അത് ആരാണെന്ന് നമ്മൾ സസ്പെൻസ് പൊളിക്കുന്നില്ല. ജാനകിക്ക് അതൊരു ഗെസ് ഗെയിമായി മാറട്ടെ. ഒരു വ്യക്തിക്ക് ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഓൺ ദാറ്റ് നോട്ട് ശ്രീവത്സ്, നമ്മുടെ ദിവാലി വരുന്നുണ്ട്, ഹാലോവീൻ വരുന്നുണ്ട്, പക്ഷെ അത് കൂടാതെ നമ്മൾക്കൊരു ലോങ് വീക്കെൻഡ് വരുന്നുണ്ട്.
അതെ, ലോങ് വീക്കെൻഡ് വെരി എക്സൈറ്റഡ് അബൌട്ട്. നീല് പറയുന്നത് നമ്മുടെ മെൽബൺ കപ്പ് ഡേനെ പറ്റിയിട്ടാണല്ലേ? കറെ. പക്ഷേ ഞാൻ തെറ്റി പറഞ്ഞു, സോറി. ലോങ് വീക്കെൻഡ് ചിലവർക്ക് മാത്രം ലോങ് വീക്കെൻഡ്. അതെ, അത് ചേച്ചി ലോങ് വീക്കെൻഡ് ആയിട്ട് കൺവേർട്ട് അടിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. മൺഡേ ലീവ് കിട്ടും. നോ പിന്നെ നോ, ഞാൻ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൽപ്പെട്ട ഒരാളായത് കൊണ്ട് മാത്രം തിങ്കളാഴ്ച ഞാൻ ജോലിക്ക് പോകുന്നതാണ്. ശ്രീവത്സന് ലോങ് വീക്കെൻഡ് ഉണ്ടോ? അല്ല, ഞാനും വല്ലാണ്ട് അധ്വാനിക്കുന്ന കാരണം ലീവില്ല. നമ്മള് ദുർഭാഗ്യകരമായി പറയട്ടെ, ലീവ് ഇല്ലാത്ത, ലോങ് വീക്കെൻഡ് ഇല്ലാത്ത 2 ജനങ്ങളാണ്. പക്ഷെ അവിടെ ലോങ് വീക്കെൻഡ് ആഘോഷിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ എന്താ പറയാ ആശംസകൾ. എൻജോയ് യുവർ ലോങ് വീക്കെൻഡ്. അതെ, എൻജോയ് യുവർ ലോങ് വീക്കെൻഡ്. പക്ഷെ ഷോർട്ട് വീക്കും അനുഭവിക്കുന്ന ചേച്ചി വേറൊരു നല്ല കാര്യമുണ്ട്. നമ്മള് ഈ വീക്ക് നമ്മൾ ജോലി എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കല്ലോ, അടുത്ത ആഴ്ച ഷോർട്ട് വീക്ക് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ആ ഒരു സ്മോൾ അച്ചീവ്മെന്റും നിങ്ങൾ പറഞ്ഞിട്ടല്ലേ, കോവിഡ് കഴിഞ്ഞിട്ട് എല്ലാ അച്ചീവ്മെന്റും സ്മോൾ അച്ചീവ്മെന്റ് നമുക്ക് മേജർ അച്ചീവ്മെന്റ് ആക്കി മാറ്റാം. ആ ചെറിയ സന്തോഷങ്ങൾ, കൊച്ചു സന്തോഷങ്ങൾ. തിങ്കളാഴ്ച പോവാ, ലേസി മൺഡേ, and then you get a Tuesday off. അപ്പൊ what are you going to do on Melbourne Cup Day, ചേച്ചി? Are you going for the races? ഇല്ല, അതിനുള്ള ഡ്രസ്സും തൊപ്പിയൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് മാത്രം ഞാൻ പോകുന്നില്ല. ശ്രീവത്സ് പോകുന്നുണ്ടോ? ഐ തിങ്ക് പോണം എന്ന് ഒരു ഐഡിയ ഉണ്ട്. ജസ്റ്റ് ബിക്കോസ് ഞാൻ ഒരിക്കലും പോയിട്ടില്ല. അപ്പൊ ഐ തിങ്ക് സോ എപ്പോഴും ഒരു പോണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. Get your suit and tie and be sure Archita gets her beautiful dress. Melbourne Cup, Melbourne way ആഘോഷിക്കുക. ഇവിടത്തെ എന്താണ് ആ സ്റ്റൈൽ ഓഫ് റേസസ്, I definitely want to see it. So this time Archita and me would be going. Awesome. Appa, wish everyone a beautiful weekend വരുന്നത്, because lots of things happening. Beautiful. So see you next time, same spot. Until then, this is RB Sri and. പക്ഷേ ശ്രീവത്സ്, ഒരു മിനിറ്റ്, നമ്മൾ ടാറ്റ ബൈ ബൈ പറയുന്ന മുമ്പ് നമ്മുടെ അവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യണമെങ്കിലോ, നമ്മളെ വിവരം അറിയിക്കണോ വല്ല കാര്യങ്ങളൊക്കെ? Yes, നിങ്ങളുടെ valuable feedbacks, only the positive ones, kindly send it to 92.3 Malayalam FM Melbourne @gmail.com and follow us on Facebook, Instagram on 92.3 Malayalam FM Melbourne. അല്ലേ ചേച്ചി? അതെ, ഡെഫിനറ്റ്ലി. ശ്രീവത്സ് പറഞ്ഞ പോസിറ്റീവ് ഫീഡ്ബാക്ക് അല്ലെങ്കിലും കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ആണോ? അതന്നെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം നമ്മൾ സ്വീകരിക്കുന്നതാണ്. ക്രിട്ടിസൈസ് അടിക്കാൻ പറഞ്ഞ പിന്നെ പണി കിട്ടും ചേച്ചി. No, but our audience has always been really amazing, so I love them. അപ്പം എല്ലാവർക്കും, എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. ആൻഡ് ശ്രീവത്സ്, എൻജോയ് ദ മെൽബൺ കപ്പ് വിത്ത് യുവർ ബെറ്റർ ഹാഫ്, ഫാസിനേറ്റർ ആൻഡ് ഡ്രസ്സും സൂട്ടും ടൈയും ഒക്കെ ഇട്ടിട്ട് ആഘോഷിക്കുക. Whole of Melbourne, enjoy Melbourne Cup Day, because not everybody gets to have a long weekend. Beautiful. So lovely. See you again. Until then, this is RB Sri signing off, and this is Jyothi. Till next time. Bye. Bye.